എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 23-ാം ദശകത്തിലെ അവസാന ശ്ലോകം, അതായത് 11-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇതിൽ മരുത്തുക്കളുടെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് തൻ്റെ മക്കളായ ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും വിഷ്ണുവിനെ കൊണ്ടു കൊല്ലിച്ചതോർത്ത് ഇന്ദ്രന്റെ നേരെ കുപിതയായി ദിതി. ഈ ഇന്ദ്രനെ വധിക്കാൻ തനിക്കൊരു പുത്രനെ വേണം എന്ന് ഭർത്താവായ കാശ്യപ മഹർഷിയോട് അഭ്യർത്ഥിച്ചു. അതനുസരിച്ച് മഹർഷി ഗർഭാധാനം ചെയ്തു. പക്ഷേ പുംസവനം എന്ന ഒരു വ്രതം മുടങ്ങാതെ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു ദിവസം വ്രതഭംഗം വന്നു. ആ സമയം നോക്കി ദേവേന്ദ്രൻ ഗർഭത്തിനുള്ളിൽ കയറി ഈ കുഞ്ഞിനെ വധിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ആ കുട്ടി അയ്യോ എന്നെ കൊല്ലരുതേ എന്ന് പറഞ്ഞപ്പോൾ വധിക്കാൻ വേണ്ടി വെട്ടിയപ്പോൾ 2, 4, 8 അങ്ങനെ 49 കഷ്ണായി. അപ്പോൾ എൻ്റെ ശത്രു അല്ലെങ്കിൽ വധിക്കാതിരിക്കാം, എൻ്റെ മിത്രമാവണം എന്ന് പറഞ്ഞു. അങ്ങനെ മിത്രമാവാം എന്ന് പറഞ്ഞതോടുകൂടി ആ കുട്ടികളെ കൊല്ലാതെ ഇന്ദ്രൻ വെറുതെ വിട്ടു. ദിതി ദേവി പ്രസവിച്ചു. 49 മരുത്തുക്കൾ ഉണ്ടായി. ഇവരെല്ലാം ഇന്ദ്രന്റെ മിത്രങ്ങളായി മാറി. ഈ കഥയാണ് അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഹരേ നാരായണ തൊൽസേവനേന ദിതിരിന്ദ്രവദോധ്യതാപി താൻ പ്രത്യുതേന്ദ്ര സുഹൃദോ മരുദോഭിലേഭേ ദുഷ്ടാശയേഭി ശുഭദൈവ ഭവം നിഷേവാ തത്താദൃശസ്ത്വമവമാം പവനാലയേശ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ത്വത്സേവനേന അങ്ങയെ സേവിച്ച്. ആര് സേവിച്ചു? ദിതി, അസുരമാതാവായ ദിതി. ഇന്ദ്രവദോദ്യത അപി, ഇന്ദ്രനെ വധിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചു എങ്കിലും പ്രത്യുത ഇന്ദ്രസുഹൃത, നേരെ വിപരീതമായി ആ കുട്ടികളെല്ലാം ഇന്ദ്രന്റെ സുഹൃത്തുക്കളായി. താൻ മരുത, അവരെന്തായി? ആ മരുത്തുക്കളെയാണ് അഭിലേഭേ, പുത്രന്മാരായി ദിതി മാതാവിന് ലഭിച്ചത്. ദുഷ്ടാശയെ അപി, നീചമായ ആശയത്തോടെയാണെങ്കിലും അങ്ങയെ സേവിക്കുന്നവർക്ക്, അതായത് ദിതി മാതാവ് ഇവിടെ വ്രതം ഒക്കെ അനുഷ്ഠിച്ചുല്ലോ. ശുഭദൈവ ഭവം നിഷേവ, ശുഭദൈവ, ശുഭവും ഐശ്വര്യവും നേടുന്നു അങ്ങനെയുള്ളവരും. ഭവം നിഷേവ, അങ്ങയെ സേവിച്ചാൽ. തത്താദൃശ ത്വം, അങ്ങനെയുള്ള അങ്ങ്. എങ്ങനെ? ദുഷ്ടമായ ആശയത്തോടുകൂടി സേവിക്കുന്നവർക്ക് പോലും ഐശ്വര്യവും ശുഭവുമാണ് അങ്ങ് നൽകിയത്. ഇപ്പൊ ദിതി മാതാവിനും ഇന്ദ്രനെ കൊല്ലണം എന്നാണ് ആഗ്രഹിച്ചത്, എന്നിട്ടും ഇന്ദ്രനെയും അമ്മയെയും അനുഗ്രഹിച്ചു ഭഗവാൻ. അങ്ങനെയൊക്കെയുള്ള ഭഗവാനെ അങ്ങ് മാം അവ, എന്നെയും രക്ഷിക്കണമേ. പവനാലയേശ, ഹേ ഗുരുവായൂരപ്പ എന്ന് പറയാണ് ഭട്ടതിരിപ്പാട്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഇന്ദ്രവധത്തിനു വേണ്ടി വ്രതമാചരിച്ച അസുരമാതാവായ ദിതി അങ്ങയെ സേവിക്ക മൂലം സ്വന്തം ഇച്ഛയ്ക്ക് വിരുദ്ധമായി ഇന്ദ്രന്റെ സുഹൃത്തുക്കളായ 49 പുത്രന്മാരെ മരുത്തുക്കളുടെ രൂപത്തിൽ പ്രസവിച്ചു. നീചമായ ആശയത്തോടെയാണെങ്കിലും അങ്ങയെ സേവിക്കുന്നവർ ഐശ്വര്യം നേടുന്നു. ഇങ്ങനെയുള്ള ഹേ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ. അതായത് ദിതി മാതാവ് ഇവിടെ എന്താ പ്രാർത്ഥിച്ച്? ഇന്ദ്രനിഗ്രഹത്തിനു കരുത്തുള്ള പുത്രനെ ലഭിക്കണം എന്ന്. അതിനുവേണ്ടി ഭഗവാനെയാണ് ധ്യാനിച്ചത്. ഭഗവാനെ നല്ലതിനായാലും ചീത്തയ്ക്കായാലും സ്മരിച്ചൂലോ, ധ്യാനിച്ചൂലോ. അതുകൊണ്ട് ഭഗവാൻ നല്ലത് മാത്രമേ വരുത്തിയുള്ളൂ. പുംസവനം എന്ന വ്രതം കൊടുത്തു.
പകലുറങ്ങാൻ പാടില്ല. പക്ഷേ ഇന്ദ്രന് മനസ്സിലായി എന്നെ കൊല്ലാനുള്ള കുട്ടിയാണ് ഈ ഗർഭത്തിൽ വളരുന്നത് എന്ന്. അദ്ദേഹം അവിടെ ചുറ്റുപാടും ഇങ്ങനെ വന്ന് നിന്നുകൂടി. ഒരു ദിവസം ഉച്ചയ്ക്ക് അമ്മയ്ക്ക് മടിയിൽ വെച്ചിട്ട് തല ഇങ്ങനെ ആ മുടി ഇങ്ങനെ കോതി കോതി ഇങ്ങനെ കൊടുക്കുക. അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നതിനിടയ്ക്ക് ആ സുഖം കൊണ്ട് അമ്മ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ മനസ്സിലായി വ്രതം മുടങ്ങി, പകലുറങ്ങാൻ പാടില്ലല്ലോ പുംസവനപ്രകാരം. അപ്പ കയറി ഗർഭത്തിനുള്ളിൽ ആ കുട്ടിയെ വധിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഈ 49 മരുത്തുക്കൾ ഉണ്ടാകുന്നതും അവരെല്ലാം ഇന്ദ്രന്റെ മിത്രങ്ങളാകുന്നതും. ഇതോടുകൂടി 23ാം ദശകം സമാപിച്ചു. ഓം ശ്രീകൃഷ്ണാർപ്പണം. ശ്രീകൃഷ്ണായ നമോ നമഃ.